ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫ്രൈഡ് റൈസ് ആണ്. അപ്പോൾ ആദ്യം തന്നെ ഒരു കപ്പ് അരി കഴുകി കുക്കാൻ വയ്ക്കാം. ശേഷം ഈ കാണുന്ന വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഗ്രീൻ പീസും കോണും എടുത്തിട്ടുണ്ട്, കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഒരു പാൻ വയ്ക്കുക, കുറച്ച് ഓയിൽ ഒഴിക്കുക. എന്നിട്ട് ഓയിൽ ചൂടായ ശേഷം നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിക്കാം. എന്നിട്ട് നമുക്ക് കടുക് പൊട്ടിച്ചെടുക്കാം, കുറച്ച് ജീരകം കൂടി പൊടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 2 റെഡ് ചില്ലി ചേർക്കാം. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച് ഗാർലിക് ചേർക്കാം, വെളുത്തുള്ളി ചേർക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞ ഓണിയൻ കൂടി ചേർക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. ഇനി എല്ലാം ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം നമ്മൾ മാറ്റി വെച്ച ഗ്രീൻ പീസും കോണും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. എന്നിട്ട് 2 മിനിറ്റ് ഒന്ന് അടച്ച് കുക്കാൻ വയ്ക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് പെപ്പർ പൗഡറും ചേർത്ത് കൊടുക്കാം. കുറച്ച് ഗരം മസാലയും പിന്നെ ഞാൻ ഇവിടെ ഒരു മാജിക് മസാല ചേർക്കുന്നുണ്ട്, ജസ്റ്റ് ഒന്ന് ടേസ്റ്റിന് വേണ്ടി. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാം. ഇനി എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ശേഷം 1 ടേബിൾ സ്പൂൺ സോയ സോസ്, 1 ടേബിൾ സ്പൂൺ ചില്ലി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനിയും കുക്ക് ചെയ്ത് മാറ്റി വെച്ച റൈസ് നമുക്ക് കുറച്ചായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ മിക്സും ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവസാനം ഡ്രൈ ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാം. ലാസ്റ്റിൽ കുറച്ച് പെപ്പർ പൗഡറും കൂടെ ജസ്റ്റ് ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ റെസിപ്പി. നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നത് വരെ ബൈ, ടേക്ക് കെയർ.